ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന റണ്ണൊഴുകിയ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് 47 റൺസിന് തകർപ്പൻ തോൽവി നൽകി സൺറൈസേഴ്സ് ഹൈദരാബാദ്. 2026 ഏപ്രിൽ 21 ചൊവ്വാഴ്ച നടന്ന ഈ മത്സരത്തിൽ എസ്ആർഎച്ച് ഓപ്പണർ അഭിഷേക് ശർമ്മ പുറത്താവാതെ 135 റൺസ് അടിച്ചുകൂട്ടി. 20 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 242 റൺസ് എന്ന കൂറ്റൻ സ്കോറിലേക്ക് തന്റെ ടീമിനെ നയിച്ചത് അഭിഷേകിന്റെ ഇന്നിംഗ്സാണ്. കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസിന് 9 വിക്കറ്റ് നഷ്ടത്തിൽ 195 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഈ നിർണായക വിജയത്തോടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് IPL 2026 സീസണിൽ തുടർച്ചയായ 3ാം ജയം സ്വന്തമാക്കി. ഇതോടെ അവർ പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്തേക്ക് ഉയർന്നു. അഭിഷേക് ശർമ്മയുടെ തീപ്പൊരി പ്രകടനം ഈ സീസണിലെ ഒരു പ്രധാന ഹൈലൈറ്റായിരുന്നു. നിലവിലെ IPL 2026 സീസണിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറാണ് അദ്ദേഹം നേടിയത്. ഇത് ഓറഞ്ച് ക്യാപ്പ് പോരാട്ടത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. 10 ഫോറുകളും അത്രയും തന്നെ സിക്സറുകളും ഉൾപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്റെ സെഞ്ചുറി. അസാമാന്യമായ പവർ ഹിറ്റിംഗും തന്ത്രപരമായ ബാറ്റിംഗും ഇതിൽ വ്യക്തമായി കാണാമായിരുന്നു. 7 മത്സരങ്ങളിൽ നിന്ന് 323 റൺസുമായി ഈ ഇടങ്കയ്യൻ ബാറ്റ്സ്മാൻ ഇപ്പോൾ റൺവേട്ടക്കാരിൽ മുന്നിലാണ്. ഒപ്പം ഓറഞ്ച് ക്യാപ്പും സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ മത്സരം ടൂർണമെന്റിൽ എസ്ആർഎച്ചിന്റെ ശക്തമായ നില ഉറപ്പിച്ചത് മാത്രമല്ല, കളിയുടെ ഗതി ഒറ്റയ്ക്ക് മാറ്റാൻ കഴിവുള്ള ഒരു പ്രധാന താരമായി അഭിഷേക് ശർമ്മ ഉയർന്നു വന്നതും എടുത്തു കാണിക്കുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഇന്നിംഗ്സ് ശരിക്കും ഒരു വെടിക്കെട്ടായിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചത് അഭിഷേക് ശർമ്മയും. ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ ആദ്യം ഫീൽഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ അനുകൂല സാഹചര്യങ്ങൾ സൺറൈസേഴ്സ് കൃത്യമായി മുതലെടുത്തു. അഭിഷേക് ശർമ്മ 68 പന്തിൽ നിന്ന് നേടിയ പുറത്താകാത്ത 135 റൺസായിരുന്നു അവരുടെ ഇന്നിംഗ്സിന്റെ നെടുംതൂൺ. കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള ആക്രമണവും മികച്ച ടൈമിംഗും ആ ഇന്നിംഗ്സിന്റെ പ്രത്യേകതയായിരുന്നു. ഈ സീസണിൽ അഭിഷേക് ശർമ്മയുടെ 2ാം IPL സെഞ്ചുറിയായിരുന്നു ഇത്. അദ്ദേഹത്തിന്റെ കിടിലൻ ഫോമിന്റെ തെളിവ് കൂടിയായിരുന്നു ആ പ്രകടനം. ഡെത്ത് ഓവറുകളിൽ ഹെൻറിച്ച് ക്ലാസൻ കൊടുങ്കാടായി മാറി. വെറും 13 പന്തിൽ നിന്ന് പുറത്താകാതെ 37 റൺസാണ് താരം നേടിയത്. സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ 284.62. ശരിക്കും ഒരു കിടിലൻ പ്രകടനം. ക്ലാസിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് അദ്ദേഹത്തെ 100 IPL സിക്സറുകളെന്ന നേട്ടത്തിലെത്തിച്ചു. ലീഗിന്റെ ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന 3ാമത്തെ വേഗതയേറിയ താരവുമായി ഇതോടെ ക്ലാസൻ. ഇവരുടെയെല്ലാം കൂടി പ്രകടനം സൺറൈസേഴ്സ് ഹൈദരാബാദിന് 2 വിക്കറ്റ് നഷ്ടത്തിൽ 242 റൺസ് എന്ന കൂറ്റൻ സ്കോറിലെത്തിച്ചു. ഡൽഹി ക്യാപിറ്റൽസിന് മുന്നിൽ അതോടെ വലിയൊരു വെല്ലുവിളിയായി ഈ റൺജേഴ്സ്. ഡൽഹിയുടെ ബോളിംഗ് തന്ത്രങ്ങൾ വിമർശനങ്ങൾ നേരിട്ടു. പ്രത്യേകിച്ച് പാർട്ട് ടൈം സ്പിന്നറായ നിതീഷ് റാണയെ തുടർച്ചയായി പന്തെറിയാൻ അനുവദിച്ച തീരുമാനം. 4 ഓവറിൽ 55 റൺസാണ് റാണ വിട്ടുകൊടുത്തത്. ഇത് സൺറൈസേഴ്സ് ബാറ്റ്സ്മാൻമാർക്ക് റൺനിരക്ക് കുറയാതെ ആക്രമിച്ചു വിളിക്കാൻ അവസരം നൽകി. 243 റൺസ് പിന്തുടർന്നിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് തുടക്കത്തിൽ ചില മിന്നലാട്ടങ്ങൾ കാണിച്ചെങ്കിലും ലക്ഷ്യത്തിലെത്താനായില്ല. 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 195 റൺസ് മാത്രമാണ് അവർക്ക് നേടാനായത്. KL രാഹുൽ 37 റൺസെടുത്ത് ചെറുത്തുനിന്നെങ്കിലും അച്ചടക്കമുള്ള SRH ബൌളിംഗിന് മുന്നിൽ ആവശ്യമായ റൺനിരക്ക് നിലനിർത്താൻ ഡൽഹിക്ക് കഴിഞ്ഞില്ല. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീണതോടെ വലിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാനോ സമ്മർദ്ദം അതിജീവിക്കാനോ അവർക്കായില്ല. ഡൽഹി ക്യാപിറ്റൽസിനായി തന്റെ 100ാം മത്സരം കളിച്ച അക്സർ പട്ടേലാണ് ടീമിനെ നയിച്ചത്. പക്ഷേ ടോസിലെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും ബൌളിംഗ് മാറ്റങ്ങളും മത്സരശേഷം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. തങ്ങളുടെ ടീം നേടിയ വലിയ സ്കോർ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബൌളർമാർ വളരെ മികച്ച രീതിയിൽ പ്രതിരോധിച്ചു. ശ്രീലങ്കൻ പേസർ ഇഷാൻ മലിംഗയായിരുന്നു ബൌളിംഗിൽ തിളങ്ങിയത്. ഡൽഹിയുടെ ബാറ്റിംഗ് നിരയെ തകർത്തുകൊണ്ട് 32 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റുകളാണ് മലിംഗ് നേടിയത്. മലിംഗ് മികച്ച പിന്തുണ നൽകി ഹർഷ ദുബെ 3 നിർണായക വിക്കറ്റുകളും വീഴ്ത്തി. ഈ കൂട്ടായ ബൌളിംഗ് പ്രകടനത്തിലൂടെ 47 റൺസിന്റെ തകർപ്പൻ വിജയം SRH ഉറപ്പിച്ചു. ഇതോടെ IPL 2026 സീസണിലെ തങ്ങളുടെ മികച്ച തുടക്കവും അവർ ഊട്ടിയുറപ്പിച്ചു. അഭിഷേക് ശർമ്മയുടെ അവിശ്വസനീയമായ ഇന്നിംഗ്സ് വിജയം ഉറപ്പാക്കിയെന്ന് മാത്രമല്ല, ഓറഞ്ച് ക്യാപ്പിനായുള്ള മത്സരത്തിൽ അദ്ദേഹത്തെ മുൻപന്തിയിൽ എത്തിക്കുകയും ചെയ്തു. സഹതാരം ഹെൻറിച്ച് ക്ലാസൻ തൊട്ടുപിന്നിൽ 2ാം സ്ഥാനത്തുമുണ്ട്.